പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ചിന്തകളിൽ കർത്താവ് അവിടുത്തെ കൃപയൊഴുക്കട്ടെ, നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തേക്കാളേറെ ഈ ഡിപ്രഷനിൽ വീണു പോകുന്നവർ, നിരാശപ്പെട്ടു പോകുന്നവർ, ഭയത്തിനടിമപ്പെട്ടു പോകുന്നവർ, മാനസികമായ ബലമില്ലാത്തവരൊക്കെ ഒത്തിരി പെരുകി വരാണ്. സൂയിസൈഡൽ ടെൻഡൻസീസ് എന്നത്തേക്കാളും കൂടുതലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്: ഈ വൈകാരികമായ ആരോഗ്യം പലരിലും വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകാരികമായ പക്വത പലർക്കും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈശോയെ മുറിയപ്പെട്ട വ്യക്തികൾക്ക് വൈകാരികമായ മേഖലകളിൽ സൗഖ്യം കൊടുക്കണമേ എന്ന്. ഒരുപാട് മുറിവുകൾ പേറി നടക്കുന്ന വ്യക്തികളുണ്ട്, ഒരുപാട് മുറിവുകൾ. കുഞ്ഞുനാളിൽ സ്വന്തം ബന്ധുമിത്രാദികളാൽ ദുരുപയോഗിക്കപ്പെടുന്ന വ്യക്തികൾ, അവഗണനകളും കുത്തിമുറിവേൽപ്പിക്കലുമൊക്കെ കാരണം തകർന്നുപോയ വ്യക്തികൾ, ഇന്ന് അവരുടെ തന്നെ ചിന്തകളുടെ തടവുകളിൽ കഴിയുന്ന വ്യക്തികൾ, ജീവിതം മടുത്തുപോയ വ്യക്തികൾ, ഒരു സ്വസ്ഥതയില്ലാത്തവർ, ഭയപ്പാടിൽ ജീവിക്കുന്ന വ്യക്തികൾ, ലോകത്തെ ഫേസ് ചെയ്യാൻ കെൽപ്പില്ലാത്ത വ്യക്തികൾ, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 4 സമരിയാക്കാരി സ്ത്രീ ആരും ഇല്ലാത്ത സമയത്ത് നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വരുമ്പോൾ കർത്താവ് അവളോട് വെള്ളം ചോദിക്കുകയും പിന്നീട് ഈശോ അവളോട് സംസാരിച്ച് അവളുടെ ഹൃദയത്തിൻ്റെ മുറിവുണക്കുകയും ജീവജലത്തിൻ്റെ അരുവിയിലേക്ക് കർത്താവിനെ ക്ഷണിക്കുകയും അവസാനം അവളറിഞ്ഞ കർത്താവിനെ, ക്രിസ്തു എന്ന കർത്താവിനെ അവൾ തിരിച്ചറിഞ്ഞ് മിശിഹ എന്ന് പ്രഘോഷിക്കുകയും അവളുടെ പട്ടണത്തിൽ ചെന്ന് ഞാൻ മിശിഹായെ കണ്ടു എന്നെല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ആന്തരികമായ മുറിവുകളിൽ വേദനിക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് വരട്ടെ. ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഞങ്ങളെ തൊടയണമേ എന്ന് ടൈപ്പ് ചെയ്തയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.